അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സി യു ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സി യു ടിയുടെ റിസൾട്ട് വന്നതിൽ ഞാൻ ചെറിയൊരു ഡാറ്റ നിങ്ങൾക്ക് നേരത്തെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സി യു ടിയുടെ ആ റിസൾട്ട് പ്രകാരം നിങ്ങൾക്ക് കാണാം, ഇതാണ് കറന്റ് സ്റ്റാറ്റസ്. കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്കറിയാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഫിദയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് 1. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷ്ണുകുമാർ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ കൂടെയുള്ള ഫിദക്കെ ആയിരുന്നു. അപ്പൊ ആൾക്ക് അന്ന് 257 ഉണ്ടായിരുന്നു, 257 ആളുടെ മാർക്ക്. പക്ഷെ ഇത്തവണത്തെ ഓൾ ഇന്ത്യ ടോപ്പർ, കെമിസ്ട്രിയിൽ ഓൾ ഇന്ത്യ ടോപ്പറുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 216. അപ്പൊ 216 കഴിയുമ്പോൾ പിന്നെ വരുന്നത് 190 സെക്കൻഡ് റാങ്ക് ഹോൾഡർക്ക് വരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഇവൻ ബെഞ്ചിൽ നിന്ന് തന്നെ ഇവൻ 257, 232 എന്ന് പറഞ്ഞാൽ 200 എബോവ് തന്നെ ഒരു 6-7 കുട്ടികളുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എക്സാംസ് വളരെ ഈസി ആയിരുന്നു കഴിഞ്ഞ തവണ. അപ്പൊ ഈ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മാർക്കില്ലേ അത്ര ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ സ്കോറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ബെറ്റർ സ്കോർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തവണ കേരളത്തിൽ നിന്നും വന്ന ടോപ്പ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവാണ്. എനിക്ക് തോന്നുന്നു പ്രണവ് ഇത് ഈ മീറ്റിംഗിൽ ഉണ്ട്. പ്രണവ്, ഞാൻ ആളുടെ പേര് ഇന്ന് കണ്ടു, പ്രണവ്. ആ ഉണ്ട് സാർ. ഓക്കെ. കൺഗ്രാറ്റുലേഷൻ പ്രണവ്. നമ്മുടെ കൂടെ നിന്ന് പ്രണവ് എന്താണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. പ്രതീക്ഷിച്ചിരുന്നോ ഈ മാർക്ക് കിട്ടുന്നത്? സി യു ടിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ പ്രിപ്പയർ ഓക്കെ. അങ്ങനെ പ്രണവ് ജാമ്യം ഐ മാത്രമേ എസ് ചെയ്തിട്ടുള്ളൂ. ഇന്റർവ്യൂവിന് പോയില്ലായിരുന്നോ? ഐ എസ് സിയിൽ ഇന്റർവ്യൂവിന് പോയില്ലേ? ഇന്റർവ്യൂവിന് പോകാൻ പറ്റില്ല, വേറൊരു പേഴ്സണൽ ഇഷ്യൂ വന്നിരുന്നു, അപ്പൊ പിന്നെ ആണോ? ഓക്കെ. അപ്പം മോസ്റ്റ്ലി ഇതിലുണ്ടാവുമായിരിക്കും അല്ലേ, 2 ഇയർ MSc ആ അടുത്ത നോ റൗണ്ടിൽ. നോക്കാം. ഓക്കെ, ഫൈൻ. കിട്ടായിരിക്കും. അപ്പൊ എന്തായാലും ഓക്കെ, പ്രണവിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു പ്രണവ് സി യു ടിയിലായിരിക്കില്ല ജോയിൻ ചെയ്യാം. ഐദർ IIT ഓർ NIT. IIT തന്നെ കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ. ഓക്കെ, ഫൈൻ. അപ്പം പ്രണവ്, അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഒന്ന് രണ്ട് പേരൊക്കെ കൈ എന്താണ് ക്ലാപ്പൊക്കെ ഞാൻ കണ്ടു. എന്താണ് ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി? നമ്മുടെ കൂടെ ഒരാൾക്ക് കിട്ടുമ്പോൾ നമ്മളെല്ലാരും ഡബിൾ ഹാപ്പി അല്ലേ? ഓക്കെ, കുറെ പേര് അവരുടെ റിയാക്ഷൻസ് ഒക്കെ കാണാം. ഓക്കെ, വെരി ഗുഡ്. പ്രണവ് PSMO കോളേജിലാണ് പഠിച്ചത്, മലപ്പുറം. ഓക്കെ. അപ്പം നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കിവിടെ റാങ്ക് ലിസ്റ്റിൽ കാണാം TN, RJ, അർജുന രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ. അപ്പം ഇങ്ങനെ DL ഡൽഹിയാണ്. അപ്പം കേരളത്തിൽ നിന്നും വന്നത് ഫസ്റ്റ് പ്രണവാണ്. ഇത്തവണ 179 ആണ് പ്രണവിന്റെ റാങ്ക് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം എക്സാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തവണ തന്നെ 180 ഒക്കെ കേരളത്തിലെ ടോപ്പർ വന്നപ്പോൾ കഴിഞ്ഞ തവണ 250 അറൗണ്ട്, അല്ലെങ്കിൽ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 250, 240 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് ആ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞ വർഷത്തെ സ്കോർ നിങ്ങൾക്ക് കട്ട് ഓഫ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അഡ്മിഷൻ എടുത്ത കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഈവൻ 30 മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഒരു ഒരു സേഫ് സ്കോറിലാണ്. ഓക്കെ. അപ്പൊ ഇനി ഇത്തവണ എന്താണ് മറ്റുള്ളവരുടെ മാർക്ക് കാണാം. സെക്കൻഡ് വന്നിട്ടുള്ളത് സുഹൈല, ആള് ബെൻസിലെ സ്റ്റുഡന്റ് ആണ്. സഹൽ ബെൻസിലെ സ്റ്റുഡന്റ് ആണ്. അനുശ്രീ ഗോവൽ ബെൻസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മീറ്റിംഗിൽ CUET റാങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ ഇവരെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ ഓൾറെഡി IITയുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ആളുകളാണ്. സുഹൈല നിങ്ങൾക്കറിയാം 91 ആണ് ആളുടെ റാങ്ക്, സോറി 92 അല്ലെ. അതേപോലെ തന്നെ സഹല് 119 ആണ്. അപ്പൊ അവരൊക്കെ IIT ജാം കിട്ടി തന്നെ പോകുന്ന കുട്ടികളാണ്. ഓക്കെ. അപ്പൊ ഈ റേഞ്ച് ഒന്നും ഒരാൾ പോലും എന്താണ് ഈവൻ 150 എബവ് ഉള്ള ആരും CUET വഴി ജോയിൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അവർക്കൊക്കെ മറ്റുള്ള എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ IIT, ISRO, NIT വഴിയായിരിക്കും അവർ പോകും. അപ്പൊ ഈ സ്കോർ നിങ്ങൾ നോക്കണം. ഈവൻ 150 എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന അതൊന്നും നമ്മുടെ കോമ്പറ്റീഷനിൽ വരുന്ന ആളുകളെ ആയിരിക്കില്ല. 150 എബവ് ഉള്ളവരൊക്കെ മോസ്റ്റ്ലി ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഒക്കെ സിനാരിയോ അത് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവരെ ആരും ആദ്യം കാണുന്ന ഒരു നിയർലി അറൌണ്ട് 20 സ്റ്റുഡൻസ് ഒന്നും നിങ്ങളുടെ എന്താണ് കോമ്പറ്റീഷനിൽ വരുന്ന ആളുകളെ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈവൻ 150 ബിലോ ഉള്ളവർ മാത്രമാണ് സ്ലോലി അഡ്മിഷൻ എടുത്ത് തുടങ്ങുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 160 കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതൊരു 120 ഓർ 130 ഒക്കെ ആയിരിക്കും. ഓക്കെ. നൗ അപ്പം ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നല്ല നാളെ ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. ഓക്കെ അല്ലേ? നാളെ ഞാൻ ഷെയർ ചെയ്യും. കാരണം അതിൽ എനിക്ക് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു
സോറി, എന്റെ കയ്യിൽ ആ റാങ്ക് ലിസ്റ്റിൽ 540 പേജ് ഉണ്ട്. അപ്പൊ അതിൽ എക്സാം എഴുതിയിട്ട് -40 വന്ന കുട്ടികളുടെ പേര് വരെയുണ്ട്. മൈനസ് മാർക്ക് കിട്ടിയവരും 0 കിട്ടിയവരും 1 കിട്ടിയവരുടെ ഒക്കെ റാങ്ക് മാർക്കും പേരൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഒരു 20 എബോവ് മാർക്ക് വന്ന അത് തന്നെ ഉണ്ട് ഏകദേശം 12,000 13,000-ഓളം കുട്ടികൾ. അപ്പൊ അത് ആ ഒരു ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, നാളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ. നൗ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നും കിട്ടിയ കുട്ടികളുടെ സിനാരിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം. നമുക്ക് വളരെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ നോക്കിയ പ്രണവാണെങ്കിലും സുഹൈല, സഹൽ, അനുശ്രീ, ആശ, സജ, ഷെഫീൻ, ഇവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. അപ്പൊ ആദ്യത്തെ 25 സ്റ്റുഡൻസിനെ മാത്രം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരുണ്ട്. ഇപ്പം 26 അഫ്രയാണ് വരുന്നത്. അവരൊക്കെ നമ്മുടെ കൂടെയുള്ളതാണ്. ജസ്റ്റ് ഒരു 1025 പേര് എടുത്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ ഗോപിക, അതേപോലെ തന്നെ അരുണിമ BS, ഈ രണ്ടാളുകളെ മാത്രമാണ് ബെൻസിലിന്റെ സ്റ്റുഡൻസിൽ എനിക്ക് അവരെ കിട്ടിയില്ല. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെയുള്ള കുട്ടികളാണ്. അപ്പൊ മോസ്റ്റ്ലി അവർ ബെൻസിലായിരിക്കില്ല. ഗോപികയും അതേപോലെ തന്നെ അരുണിമയും. ബാക്കി എല്ലാ ആളുകളും ബെൻസിലെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ വിചാരിക്കേണ്ട, ഇവരെ കുറിച്ച് നിങ്ങൾ വെറീഡ് ആവേണ്ട. പ്രണവ്, സുഹൈല, സഹല്, അനുശ്രീ, ആശ, സജ ഇവരൊക്കെ IIT ജാമിൽ ടോപ്പ് റാങ്ക് ഉള്ള ആളുകളാണ്. ഷെഫീൻ 500 ഉണ്ട്, ആഷക്ക് 300 റേഞ്ചിലുണ്ട്. എല്ലാവരും സഹല്, സുഹൈൽ എല്ലാവരും എന്താണ് IIT മദ്രാസ് തന്നെ പോകുന്ന. അദീബ ആൾക്ക് 180 റേഞ്ച് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്താണ് 200 ബിലോ റാങ്കുള്ള ആളാണ്. ദയ, ഇവരൊക്കെ ഷിറിൻ എന്താണ് ഇവരൊക്കെ 100 ബിലോ റാങ്ക് വന്ന ആളാണ്. സിജിൽ ഓൾറെഡി IAC ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. അനുഗ്രഹ ഓൾറെഡി എന്താണ് IIT മദ്രാസ് കിട്ടും. കൃഷ്ണ ഷാജിക്ക് നല്ല 1000 ബിലോ റാങ്ക് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇപ്പൊ ഗൗരി ആണെങ്കിൽ നമ്മുടെ ഗേറ്റിന് ടോപ്പ് മാർക്ക് ഉണ്ട്. ജാമിന് 300 റേഞ്ചിലുണ്ട്. അപ്പൊ ഇവരൊക്കെ IIT or NIT പോകുന്ന ആളുകളാണ്. അപ്പൊ ഇവരൊന്നും ഒരിക്കലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, അമൃത ലക്ഷ്മിയുടെ മാർക്ക് 132 ആണ്. അമൃത മീറ്റിംഗിലുണ്ടോ? അമൃത, ഉണ്ട് സാർ. ആ, ഇവിടെ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ മാർക്കിൽ എന്തെങ്കിലും ഇതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ സ്കോർ കാർഡിൽ കാണിച്ച മാർക്ക്? എന്റെ മാർക്ക് അതാ. അതെ, ആർക്കും വ്യത്യാസമൊന്നുമില്ലല്ലോ. മീറ്റിംഗിൽ ഇപ്പൊ വേറെ ആരെയും ഞാൻ നേരത്തെ പ്രണവിന്റെ സ്കോർ തന്നെയല്ലേ? 179 അല്ലേ? അതന്നെയാ സാർ. ഓക്കെ. അപ്പൊ ഇത് എക്സാക്ട്ലി നിങ്ങളുടെ ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിൽ ആർക്കും മാർക്കൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതില് ഹൈദ്ര മീൻസ് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു 1-2 പേര് മാത്രമാണ് എന്തിലേക്ക് വരിക, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET-യിൽ അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾ നോക്കിയ ഏകദേശം 132 മാർക്കുള്ള ആളുകൾ ആരും മോസ്റ്റ്ലി അവരൊക്കെ ഐദർ IIT, NIT, ഐസറിൽ വരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പൊ ഔട്ട് ഓഫ് ദിസ് 25 മോസ്റ്റ്ലി 1 or 2 സ്റ്റുഡൻസോ നിങ്ങൾക്കൊരു കോമ്പറ്റീഷനിലേക്ക് വരുന്നുള്ളൂ. ഈവൻ കേരളത്തിൽ നിന്നുള്ള സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. മോറോർലെസ് മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഇത് തന്നെയായിരിക്കും സിറ്റുവേഷൻ. റാങ്ക് ലിസ്റ്റിലുള്ള മെജോറിറ്റി ആളും IIT, ഐസറിൽ ജോയിൻ ചെയ്യും. അപ്പം ഈവൻ 132 മാർക്ക് വന്ന ആള് പോലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ആവുമ്പോൾ. അമൃതലക്ഷ്മി, അമൃത, സാർ. ജാമിന്റെ റാങ്ക് എത്രയായിരുന്നു? 1000 ബിലോ ഉണ്ട്. റാങ്ക് എത്രയായിരുന്നു? 517. 517. അപ്പൊ മോസ്റ്റ്ലി OBC അല്ല, IIT ഹൈദരാബാദ് കിട്ടില്ലേ? IIT ഹൈദരാബാദ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ നിങ്ങൾ, ഈവൻ 132 മാർക്ക് വന്ന ഇതിന് മുകളിലുള്ളവർക്കൊക്കെ ജാമിന്റെ റാങ്കും മോറോളസ് സിമിലർ ആണ്, നല്ല റാങ്ക് ആണ്. അപ്പൊ ഇവരാരും നമുക്ക് ഒരിക്കലും കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ പറഞ്ഞത്, എന്ത്, ഈവൻ നിങ്ങളുടെ 120-യും 110-ഉം 130 ഒക്കെ എക്സ്ട്രാ ഓർഡിനറി മാർക്കാണ്. അപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈവൻ 75 എബോ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാം. ഈവൻ 60-65 എബോ ഉള്ളവർക്കൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാം. ഓക്കെ അല്ലേ? അത് എസ്പെഷ്യലി നിങ്ങൾ OBCയും കൂടെ ആകുമ്പോൾ എഗെയിൻ നിങ്ങളുടെ കട്ട് ഓഫ് കുറയും. അപ്പൊ അതുകൊണ്ട് ഇത്തവണത്തെ നിങ്ങളുടെ മാർക്കൊക്കെ എന്താണ്, എക്സ്ട്രാ ഓർഡിനറി മാർക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു മീനിങ്ങും ഇല്ല. ഈവൻ അത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജാം എക്സാമിന് അറിയാൻ, കഴിഞ്ഞ തവണത്തെ ജാം എക്സാമിന് 60-ന് മുകളിലുള്ളവർക്ക് IIT മദ്രാസ് കിട്ടിയപ്പോൾ ഇത്തവണ നേരെ പകുതി അല്ലേ, 36-ഉം 37 ഒക്കെ ഉള്ളവർക്ക് IIT മദ്രാസ് കിട്ടുന്ന എന്തുണ്ട് സിനാരിയോ, അതുകൊണ്ട് OBC കാറ്റഗറിയിൽ സിനാരിയോ പിക്ചർ അതാണ്. അപ്പൊ നേരെ ഹാഫ് ആയപ്പോഴും ദർ ഇസ് സ്റ്റിൽ എ ചാൻസ്. അതേപോലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫുമായിട്ട് ഡയറക്ട്ലി നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിന് മീനിങ് ഇല്ല, ബിക്കോസ് എക്സാം വളരെ ഹാർഡാണ്. അപ്പൊ കട്ട് ഓഫ് ഈവൻ 30 to 40 മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലും ഓഫ് കോഴ്സ് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല ചാൻസ്. അപ്പം ആൻഡ് എസ്പെഷ്യലി ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. നിങ്ങൾക്ക് ഈ ടേബിൾ കാണുമ്പോൾ തന്നെ അതിന്റെ ഭംഗി മനസ്സിലാവും. നോക്കിയേ, ഇതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാതെ, നിങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് വെറിയുടെ ആവേണ്ട, നമുക്ക് തന്നെ ഉള്ളതാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഇത്രയും പേര് ഇപ്പം നിങ്ങൾക്കറിയാം, ഇതിപ്പം CUET-യുടെ സിറ്റുവേഷൻ ഇതാവുമ്പോൾ
ജാമിന്റെ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, ജാം നിങ്ങൾക്ക് അറിയാം. ആദ്യം എല്ലാവരും നമ്മൾ തന്നെയാണ്, 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ നമ്മൾ തന്നെയായിരുന്നു. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നൗ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേട്ടോ. ഇപ്പൊ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വളരെ നല്ലതാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലതാണ്, BHU, JNU, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് വളരെ നല്ലതാണ്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി നല്ലതാണ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്റ്റൻസും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡൽഹിയിൽ പോകുന്ന താല്പര്യമില്ല, അവിടുത്തെ കുറച്ച് വളരെ എന്താണ് അത് കുറച്ചും കൂടെ നിയർ ബൈ ആണ് താല്പര്യമെങ്കിൽ യു ക്യാൻ ചൂസ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി. പക്ഷെ ഹൈദരാബാദ് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിയർ ബൈ ആണ്. അപ്പൊ ഇതാണ് ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസും നിങ്ങൾ ഇൻഡിവിജ്വൽ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താണ് NIRF റാങ്കിങ്ങും അവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസും അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നു അവിടെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റിമൈനിങ് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ഓൾറെഡി വിളിച്ചിട്ടില്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? Yes, sir. വിളിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ ഈ ലിസ്റ്റ് അവിടെ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ്, ഡൽഹി, BHU, JNU, CUTN, പഞ്ചാബ്, അങ്ങനെ ഒരു 10ഓ 15ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റ് ചെയ്യാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യാം. ഇമെയിലിലേക്ക് എന്തെങ്കിലും IITയുടെ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാമിന്റെ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്ന് ഐസറിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. എല്ലാ ഇമെയിൽ വഴിയാണ് ഉണ്ടാവുക. അപ്പൊ യു ഹാവ് ടു ചെക്ക്. എല്ലാ ദിവസവും രാവിലെ ഒരു 10 to അല്ലെങ്കിൽ ഈവനിങ്, ബെസ്റ്റ് ടൈം ഈവനിങ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് അന്ന് സെൻഡ് ചെയ്യാനുള്ള മെയിലൊക്കെ ബൈ 5-5:30 ആകുമ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും 5 to 5:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിന് മാറ്റി വെക്കുക. എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ JNU വിളിച്ചിട്ടുണ്ടോ? JNU, പിന്നെ NIT കാലിക്കറ്റ് വിളിച്ച് CCMN അല്ലെ, നമ്മുടെ NITസിലേക്കുള്ള അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കണം കേട്ടോ ഓരോ കാര്യങ്ങളും. അപ്പൊ ഇതല്ലാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നല്ലതാണോ അല്ലേന്ന് അറിയാൻ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ളതൊക്കെ ഒരു സെക്കൻഡ് പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നൗ ഇനി ഇതില് ബെൻസിൽ അല്ലാത്ത മറ്റേതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ആയിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും എന്താണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി തേർഡ് ഇയറോ അല്ലെങ്കിൽ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, ജാം എക്സാമും CUT എക്സാമും മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും എക്സാമുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം തേർഡ് ഇയർ ആയി നിൽക്കുന്ന കുട്ടികൾ ഇതിൽ ഏതെങ്കിലും എക്സാം ഇനി പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യണം. IIT ജാം എക്സാം, TIFR എക്സാം ഉണ്ട്, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗേറ്റ് എക്സാം, ഇതൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള എഴുതാവുന്നതാണ്. JNCSRന്റെ ഇന്റർവ്യൂ ഈ വീക്കിലല്ലേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? യെസ് ഓർണോ? JNCSRന്റെ ഡേറ്റ് എന്താണ്? ഇപ്പൊ IACയുടെ ഇന്റർവ്യൂ ആണ്. ഇപ്പം കുറച്ചു മുന്നേ എനിക്ക് ആരാണ്, ആശ മെസ്സേജ് അയച്ചു, ഇന്റർവ്യൂ ഓക്കെ ആയിരുന്നു. അതേപോലെ തന്നെ അമല മെസ്സേജ് അയച്ചു, ആളോട് ഓൾറെഡി 2 വീക്കിനുള്ളിൽ ലിസ്റ്റ് വരും, ഓൾമോസ്റ്റ് സെലക്ടഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യണം. NITയുടെ സെൽഫ് സ്പോൺസേർഡ് സീറ്റ് ഉണ്ട്. CUTയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുസാറ്റ് ഓൾറെഡി നിങ്ങളുടെ എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വിത്തിൻ 10 days അത് വരും. MGയും കാലിക്കറ്റും കാലിക്കറ്റ് കഴിഞ്ഞില്ല എക്സാം? എന്താണ് ആരും പറയാത്തെ? കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു എക്സാം അല്ലേ? അതിന് MG നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ഐസർ ട്രിവാൻഡ്രത്തിന്റെ എക്സാം കഴിഞ്ഞു. ദെൻ ഇന്റർവ്യൂ എപ്പോഴാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നോക്കുക. മെയിൽ ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഡിഫറെന്റ് എക്സാംസ് ആണ്. ഫൈൻ, നൗ എന്താണ് ഇതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. അപ്പൊ നേരത്തെ അമല ഞാൻ ഓൾറെഡി പറഞ്ഞു, IACയുടെ ആൾക്ക് കിട്ടി. ഷിറിനൊക്കെ ആ ലിസ്റ്റിലുള്ള ആളുകളാണ്. സഹല്, ഇവരൊന്നും ഇനി ആരും CUTയുടെ എക്സാമിലേക്ക് വരില്ല. അത് അദീബയെ കാണാം, ദയെ കാണാം. അപ്പൊ ഇവരൊന്നും ആരും CUTന്റെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവരാരും CUT വെച്ചല്ല അഡ്മിഷൻ എടുക്കുക കേട്ടോ. സോ ഈവൻ ഒരു 130 എന്ന് പറയുന്നത് ടോപ്പ് മാർക്കാണ്. അപ്പൊ 130 എബവ് ഉള്ള ആരും 1-2 പേര് ചിലപ്പോൾ എന്ത് ചെയ്യാം, CUT കൊടുക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 130, 140 ആണ്, അല്ലെങ്കിൽ 140 പോട്ടെ, 130 ആണ് ഫസ്റ്റ് മാർക്ക്. എനിക്ക് ടോപ്പ് അല്ലെങ്കിൽ IIT ഹൈദരാബാദിലേക്ക് ഒഫീഷ്യലി ജോയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പർ മാർക്ക് 130, 125 ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ താഴെ BSCയും DUയും മറ്റെല്ലാം വരുമ്പോൾ ഈവൻ 110ഉം 90 ഒക്കെ ഉള്ള കുട്ടികൾക്ക് കിട്ടാം.
അപ്പം ആ രീതിയിൽ നിങ്ങൾ ഒരുപാട് എന്താണ് വെറുതെ മാർക്കിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക മറ്റുള്ള കാര്യങ്ങൾ വേണ്ട. ഓക്കെ ഫൈൻ. ഓക്കെ സർ. ഓക്കെ ഫൈൻ. താങ്ക് യു.